രാഷ്ട്രീയ രംഗത്തെ അതികായന്മാരുടെ നേർക്കുനേർ സംവാദത്തിന് കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തമ്മിലുള്ള രാഷ്ട്രീയ സംവാദത്തിനാണ് കളമൊരുങ്ങുന്നത്. കേരളത്തിലെ CPM-ന്റെ അവസാന വാക്കായ പിണറായി വിജയനും കോൺഗ്രസിന്റെ ബുദ്ധികേന്ദ്രമായ KC വേണുഗോപാലും തമ്മിൽ സംവാദം നടക്കുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ നിമിഷങ്ങളാണ് വൈകാതെ നടക്കാൻ പോകുന്നത്. UDF MPമാരുടെ പ്രവർത്തനം ചർച്ച ചെയ്യാനുള്ള KC വേണുഗോപാൽ MPയുടെ വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി തയ്യാറാണെങ്കിൽ സംവാദത്തിന് നാളെ തന്നെ തയ്യാറാണ്. അതല്ല, മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യമെന്നറിയിച്ചാൽ ആ ദിവസം സംവാദം നടത്താമെന്ന് പറഞ്ഞത് ആത്മവിശ്വാസത്തോടെ KCയും അംഗത്തിന് തയ്യാറായി. KC വേണുഗോപാൽ MP ആയിരുന്നു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലെ അപാകതകൾ, അത് സംബന്ധിച്ച് കേരളത്തിലെ MPമാർ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ, MPമാരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനം എന്നിങ്ങനെ KC വേണുഗോപാൽ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ നീണ്ട പട്ടികയെ തന്നെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധിക്കേണ്ടിയും മറുപടി പറയേണ്ടിയും വരും. ആഴക്കടൽ മത്സ്യബന്ധനം, മണൽ ഖനനം, കപ്പൽ മുങ്ങിയതുൾപ്പെടെ തീരദേശ മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങളിലും വന്യമൃഗ ആക്രമണം, സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം ഉൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങൾ UDF MPമാർ പാർലമെന്റിൽ ശക്തമായി ഉന്നയിച്ചതും പാർലമെന്റ് പടിക്കൽ നടത്തിയ സമരങ്ങളും KC വേണുഗോപാലിന് ഉയർത്തിക്കാട്ടാൻ സാധിക്കും. PM ശ്രീ പോലെയുള്ള വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MP പാലമായി പ്രവർത്തിച്ചു എന്നുള്ള കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. സംവാദത്തിനുള്ള KCയുടെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അറിയിക്കുകയായിരുന്നു. ഇതോടെ മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥം ഒരു സ്ഥലവും തീയതിയും അറിയിച്ചു കൊള്ളാൻ KCയും പറഞ്ഞു. സംവാദം നടത്താനുള്ള നീക്കങ്ങൾ ഇരുപക്ഷത്തു നിന്നും വൈകാതെ തന്നെ ആരംഭിക്കാനും സാധ്യതയുണ്ട്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള സുവർണാവസരമായാണ് സംവാദത്തെ ഇടതുപക്ഷവും കാണുന്നത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് AK പ്രേമചന്ദ്രൻ, MK രാഘവൻ എന്നിവർ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പ്രചാരണായുധമാക്കും. ഇതേ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും ആവർത്തിച്ചത്. സംവാദം നടന്നാൽ മുഖ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതേ വിഷയം മുൻനിർത്തിയാക്കും. സംവാദത്തിന് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന വേദിയും തീയതിയും ഏതാകുമെന്ന ആകാംക്ഷയിലാണ് കേരളം. ഇരു കൂട്ടരുടെയും മണികൾ സംവാദത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 4 മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും സംവാദം നടക്കുകയെന്ന കാര്യം ഉറപ്പാണ്. ഇരുവരുടെയും പ്രകടനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമായി മാറും.